ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. മലയാളിയുടെ മാനസികാരോഗ്യം ഒരു പ്രബുദ്ധ ദേശത്തിന് അവകാശപ്പെടാവുന്ന അത്ര കണ്ട് സുദൃഢമാണോ എന്ന ചോദ്യം ഒരു അലോസരമായി നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. ഭൂഭംഗി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും സാക്ഷരത കൊണ്ടും ധനശേഷി കൊണ്ടുമൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയുടെ ആളോഹരി ആനന്ദം ഇത്ര കണ്ട് ശോഷിച്ചുപോയത് എന്തുകൊണ്ടാവും? കേരള സമൂഹം ചില ആത്മപരിശോധനകൾ എന്ന പരമ്പരയിൽ പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ CJ ജോൺ ഒന്നൊന്നായി ഇഴപിരിച്ചെടുക്കുകയാണ് സങ്കീർണമായ ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ. മലയാളിയെക്കുറിച്ച് പറയുമ്പോൾ ഈ വരവിനപ്പുറം ചെലവഴിക്കുന്ന മലയാളിയിൽ ഒരു പ്രത്യേക തരം വിഭാഗം വളർന്നു വരുന്നു എന്ന് പറയുന്നുണ്ട്. നവദരിദ്രരാണവർ. പുറമേക്ക് കാണുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളിലും അവർക്കുണ്ട്. കാറുണ്ട്, നല്ലൊരു വീടുണ്ട്, കുട്ടികൾ മുന്തിയ സ്കൂളിൽ പഠിക്കുകയാണ്. ഇവർ ദരിദ്രരാണ് എന്ന് നമുക്ക് തോന്നുകയേയില്ല. പക്ഷെ എല്ലാം ലോണിലാണ് ഓടുന്നത്. മാസത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും മിക്കവാറും വരുമാനം തീർന്നിട്ടുണ്ടാവും. പെട്ടെന്ന് ഒരു സാമ്പത്തിക പ്രതിസന്ധി, വീട്ടിലൊരു രോഗമൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും 10 പൈസ എടുക്കാനില്ലാത്ത അവസ്ഥയാണ്. ഇതാണ് ഈ നവദാരിദ്ര്യം. ഈ തരത്തിലുള്ള നവദരിദ്രരുടെ ഇടയിലാണ് പലപ്പോഴും കൂട്ടാത്മഹത്യകൾ കാണുന്നത്. കടം കയറുന്നു, പെട്ടെന്നൊരു ജപ്തി നോട്ടീസ് വരുന്നു. ജപ്തി നോട്ടീസ് വരുമ്പോൾ ഇത് നടത്തുന്ന ആ വേളയിൽ ഇത് നാട്ടുകാരറിയുന്നു എന്നുള്ള ഒരു ദുരഭിമാനം വന്നു കയറുന്നു. ഒരു ദുരഭിമാന ആത്മഹത്യാ ചിന്തകൾ അപ്പോൾ പൊട്ടിമുളയ്ക്കുകയാണ്. ഈ ദുരഭിമാന ആത്മഹത്യാ ചിന്തകൾ പൊട്ടിമുളയ്ക്കുമ്പോൾ അതിൽ തീവ്രമായി വിഷമിക്കുന്നയാൾ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മാനഹാനിയാണ്. ഒരു ദുരഭിമാന ആത്മഹത്യാ സാഹചര്യം ഉടലെടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം ചേർന്ന് വരുന്ന മറ്റൊരു മരണം കൂടിയുണ്ട്. അതിനെ വാത്സല്യ കൊലപാതകങ്ങൾ എന്ന് പറയേണ്ടി വരും. ദുരഭിമാന ആത്മഹത്യാ ചിന്തയ്ക്ക് കീഴ്പ്പെട്ട ഒരാൾ മുതിർന്ന ആളുകളെ സ്വാധീനിക്കുന്നു. അവർ രണ്ടാളും കൂടി ഉടമ്പടിയിലാകുന്നു. ആ ഉടമ്പടിയുടെ ഫലമായി അവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഒപ്പമുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകാനുള്ള മടി കൊണ്ട് അവർക്ക് വിഷമോ മറ്റോ കൊടുത്തിട്ട് അവരെ കൊല്ലുന്നു. അപ്പോൾ ഒരു വാത്സല്യ കൊലപാതകവും ദുരഭിമാന ആത്മഹത്യയും ഒത്തുചേരുന്നു. വരവിനുള്ളിൽ ചെലവ് ചെയ്ത് ജീവിക്കാൻ ശീലിച്ചാൽ ഭൂരിപക്ഷം ഇത്തരം ആത്മഹത്യകളും ഇല്ലാതെയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണ് നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം? 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടിയെ ഏതാണ്ട് പള്ളിക്കൂടത്തിൻ്റെ ചിട്ടവട്ടങ്ങളോടുകൂടി തന്നെ നമ്മൾ നഴ്സറി സ്കൂളുകളിലാക്കുന്നു. അവരുടെ തലച്ചോറിന് മൂപ്പെത്തിയോ എന്നൊന്നും നോക്കാതെ തന്നെ നമ്മൾ ആ കുട്ടികളെ കൊണ്ട് എഴുതിക്കുന്നു, കണക്ക് പഠിപ്പിക്കുന്നു, പലതരം ഭാഷകൾ പഠിപ്പിക്കാനായി ശ്രമിക്കുന്നു. ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ തള്ളിവിടുമ്പോൾ കുട്ടികളുടെ സഹജഭാവമായ കളിക്കുക, കൊഞ്ചൽ പറയുക, കഥകൾ കേൾക്കുക എന്നുള്ള പലതും നമ്മൾ കവർന്നെടുക്കുകയാണ്. സത്യത്തിൽ 3 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ കുട്ടിയുടെ കുട്ടിത്തം കവർന്നെടുക്കുകയാണ്. അങ്ങനെ വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് തരത്തിലുള്ളൊരു സ്വാസ്ഥ്യമാണ് ആ കുട്ടിക്ക് വളർന്നു വരുമ്പോൾ കിട്ടാൻ പോകുന്നത്? കുട്ടികളെ കുട്ടികളായി തന്നെ നിലനിർത്തുക എന്നുള്ളത് ഒരു പക്ഷേ ഒരു വലിയ ലക്ഷ്യം തന്നെയാണ്. അവരുടെ കുട്ടിത്തം നഷ്ടപ്പെടാതെ അവരെ വളർത്തിയെടുക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ്. ആ ദൗത്യം നമ്മൾ നിറവേറ്റുന്നുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. പള്ളിക്കൂടങ്ങളിൽ ഓരോ ക്ലാസ്സുകൾ പടവുകൾ കയറി വരുമ്പോഴും സമഗ്ര വ്യക്തിത്വം എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ നിന്ന് വഴുതി മാറി പഠന മികവ് എന്നുള്ളതിലേക്ക് നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുവത്വത്തിൻ്റെ കാര്യമെടുക്കുക. എല്ലാവരും വേവലാതിപ്പെടുകയാണ്. ഒരുവിധം സാഹചര്യമുള്ള ആളുകൾ, യുവാക്കൾ നാടുവിടുകയാണ്. പണ്ട് കാലത്തെ പ്രവാസവും ഇപ്പോഴത്തെ നാടുവിടലും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. പണ്ട് കാലത്ത് വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. എന്നെങ്കിലും ഈ നാട്ടിൽ ഒരു കൊച്ചു വീട് വെച്ച് ആ വീട്ടിലേക്ക് മടങ്ങി വരിക, കേരളത്തിൻ്റെ ഭാഗമാകുക എന്നൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ ഗ്രഹാതുരത്വം എപ്പോഴും
അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ വിദേശ യാത്രകൾ അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള പോക്കിൽ ആ ലക്ഷ്യമില്ല. അവിടെ ഒരു പഠനം കഴിഞ്ഞ് അവിടെ തന്നെ ചേക്കേറി ഈ നാട്ടിലെ പൗരത്വം ഉപേക്ഷിച്ച് ആ നാട്ടിലെ പൗരത്വം സ്വീകരിക്കുക എന്ന ലക്ഷ്യമാണ് എല്ലാവർക്കും ഉള്ളത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ മനസ്സ് മാറുന്നു? കേരളത്തിലെ സ്ഥിതി മോശമായതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്നുള്ളൊരു ചിന്താഗതി ചെറുപ്പക്കാരുടെ മനസ്സിൽ വേരൂന്നിയിട്ടുണ്ട്. അത് പോകുന്നവരുടെ മനസ്സിലുമുണ്ട്, പോകാൻ പറ്റാതെ ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരുടെ മനസ്സിലുമുണ്ട്. ഇതിനെല്ലാം അതിജീവിച്ച് ഉയർന്നു വരികയും ഈ നാട്ടിൽ തന്നെ സ്വന്തം കഴിവുകൾ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ചെറുപ്പക്കാർ ഇല്ല എന്നല്ല പറയുന്നത്, അങ്ങനെയുള്ളവരുമുണ്ട്. പക്ഷേ ഈ തരത്തിലുള്ള ഒരു മനോഭാവത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഇവിടെ എങ്ങും എത്താത്തൊരു ചെറുപ്പക്കാർ കൂടുതൽ അശാന്തിയിലേക്ക് പോകുന്നതായിട്ടും ലഹരി പദാർത്ഥങ്ങളുടെ പിടിയിലേക്ക് പോകുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. പുതിയ കാലത്തിൽ കേരളത്തിൽ നടക്കുന്ന അക്രമങ്ങളിൽ പലപ്പോഴും കുറ്റാരോപിതരാവുന്നവരുടെ പ്രായം നോക്കിക്കഴിഞ്ഞാൽ വലിയ വേവലാതി തോന്നും. ചെറുപ്പക്കാരാണ്. 20 വയസ്സിനും 28 വയസ്സിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരാണ് പലപ്പോഴും പിടിക്കപ്പെടുന്നത്. കൊലപാതകത്തിലെ കുറ്റാരോപിതരുണ്ടാവാം, അക്രമ പ്രവർത്തനങ്ങളിലെ കുറ്റാരോപിതരുണ്ടാവാം. പ്രത്യേകിച്ച് വലിയ പ്രകോപനവും ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളിൽ ചെറിയ വഴക്കിൻ്റെ പേരിൽ ഒപ്പമുള്ളയാളെ അടിച്ചു കൊല്ലുകയോ മൃതപ്രായരാക്കുകയോ ചെയ്തിട്ടുള്ള സംഭവങ്ങളിലെല്ലാം ചെറുപ്പക്കാർ തന്നെയാണ് വരുന്നത്. സങ്കടകരമാണ് അവസ്ഥ. നമ്മുടെ യുവത്വത്തിൻ്റെ ശക്തിയെ ശരിയായൊരു ദിശയിലേക്ക് നയിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നില്ലേ എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. ഈ നാട്ടിൽ തന്നെ കഴിയുന്ന ചെറുപ്പക്കാരെ അവർക്ക് വേണ്ട ക്രിയാത്മകമായിട്ടുള്ള തലത്തിലേക്ക് നമ്മൾ നയിച്ചില്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് കുത്തനെ കീഴോട്ട് വീഴുക തന്നെ ചെയ്യും. വാർദ്ധക്യത്തിൻ്റെ അവസ്ഥകൾ നോക്കുക. നാട് വിട്ടുപോകുന്ന ചെറുപ്പക്കാർ കൂടുതലുണ്ടാകുന്ന ഒരു ദേശത്ത് ഇവിടെ തള്ളപ്പെട്ടു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന പ്രായമായവരുടെ തോതും കൂടും. ഇവർക്ക് പലർക്കും മക്കളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ അവരായി ഉണ്ടാക്കിയിട്ടുള്ള വീട്ടിൽ ഏകാന്തതയിൽ മക്കളുടെ ഫോൺ വിളിക്ക് മാത്രം കാത്തു കഴിയുന്ന വയോജനങ്ങളുടെ ഒരു ദേശമായിട്ട് ഒരു പക്ഷേ ഭാവിയിൽ കേരളം മാറിയേക്കാം. അതിൻ്റേതായിട്ടുള്ള ദുഃഖങ്ങളും ആകുലതകളും പേറുന്ന ധാരാളം വയോജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വയോജന പീഡനങ്ങളും കൂടുന്നുണ്ട്. എൽഡർ അബ്യൂസ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടുപോകുന്നവരും കൂടുന്നുണ്ട്. എന്തുകൊണ്ടോ എല്ലാ കാര്യങ്ങൾക്കും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് നോക്കുന്ന നമ്മുടെ സമൂഹത്തിന് പാശ്ചാത്യ രാജ്യങ്ങളിലെ വയോജനങ്ങളുടെ മാതൃക സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഒരു തലയ്ക്ക് ജീവനുണ്ടെങ്കിൽ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യുക എന്നുള്ളതായിരിക്കണം പുതിയ കാലത്തെ വയോജനങ്ങളുടെ ലക്ഷ്യം. ഒട്ടും ആശ്രയിക്കാതെ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കണം ഇനിയുള്ള കാലത്തെ കേരളത്തിലെ വയോജനങ്ങളുടെ ലക്ഷ്യം. സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ പോലും കരുതൽ വേണ്ടിവരും. റിട്ടയർ ചെയ്യുമ്പോൾ മക്കളുടെ ഭാവിക്കായിട്ട് കിട്ടുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടും കാശുമെല്ലാം അവർക്ക് വേണ്ടി കൈമാറുന്ന തരത്തിലുള്ള സാമ്പത്തിക ആസൂത്രണമൊന്നും വരും കാലങ്ങളിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ധനപരമായിട്ടുള്ള ഒരു അശാന്തി, അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനേ ഉതകൂ. ഇനിയുള്ള കാലത്ത് വാർദ്ധക്യത്തിൽ സ്വയം കൈകാര്യം ചെയ്യാനുള്ള കരുതൽ ധനമെല്ലാം ഉണ്ടാക്കേണ്ടി വരും. വിഷാദത്തിൻ്റെ തോത് വയോജനങ്ങളിൽ കൂടി വരുന്നുണ്ട്. സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ 100 നാവുകളാണ് നമുക്ക്. സ്ത്രീകളുടെ ശാക്തീകരണം എന്ന മുദ്രാവാക്യം നമ്മൾ എത്രയോ കാലമായി കേൾക്കുന്നു. ശരിയാണ്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസം തന്നെയാണ്. എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ പഠിക്കാനുള്ള അവസരം കേരളത്തിലെ സ്ത്രീ ഇല്ലാതാക്കുന്നില്ല. ഒരു പടി കൂടി കടന്ന് കേരളത്തിലെ സ്ത്രീ ഒരു ജോലി കൂടി നേടുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ അതുകൊണ്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ സ്റ്റാറ്റസ്, സാമൂഹികമായിട്ടുള്ള അന്തസ്സ് അതിനാനുപാതികമായിട്ട് വളർന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇപ്പോഴും പൊതു ഇടങ്ങളിൽ സ്ത്രീ ഉപദ്രവിക്കപ്പെടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. എവിടെയോ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ വളർത്തലുകൾ ഇപ്പോഴും കാലോചിതമായിട്ട് പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല. സ്ത്രീയോട് ഈ തരത്തിലുള്ള ആക്രമണങ്ങളുടെ സാധ്യതയുണ്ട് എന്നുള്ള സൂചന നൽകി ഒഴിഞ്ഞു മാറാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ചെറുത്ത് നിൽക്കാനല്ല. ഇതിലേറ്റവും വലിയ ഒരു ദയനീയ മുഖം സ്ത്രീകൾ എങ്ങനെ പെരുമാറണം എന്ന് ചെറുപ്പകാലത്തിലെ മുതൽ ചൊല്ലിക്കൊടുക്കുന്ന മലയാളി സമൂഹം
ഒരു സ്ത്രീയെ എങ്ങനെ ആദരിക്കണം, തുല്യതയോടെ കണക്കാക്കണം എന്നുള്ള പാഠങ്ങൾ ആൺമക്കൾക്ക് ചൊല്ലിക്കൊടുക്കുന്നില്ല. ഇത് അമ്മമാരുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ആ ഒരു ഉത്തരവാദിത്തത്തിൽ വരുന്ന വീഴ്ചകൾ പലപ്പോഴും വീണ്ടും സ്ത്രീ ശാക്തീകരണത്തിന് തടസ്സമായി നിൽക്കുന്നു. മലയാളി നിക്ഷേപങ്ങളിൽ തൽപരരാണ്. ഭൂമിയിൽ നിക്ഷേപിക്കാം, ഷെയറിൽ നിക്ഷേപിക്കാം. പക്ഷെ എത്ര മലയാളികൾ വ്യക്തിബന്ധങ്ങളിൽ നിക്ഷേപിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പറയുമ്പോൾ മലയാളിക്ക് കുടുംബമുണ്ട്, പക്ഷേ കുടുംബങ്ങളിൽ അശാന്തിയാണ്. എത്ര പേർ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക സംവിധാനമാക്കി കുടുംബത്തിനെ മാറ്റുന്നു എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതാണ്. കുടുംബങ്ങളെ രക്ഷിക്കുക, വ്യക്തിബന്ധങ്ങളെ നിലനിർത്തുക, ഇതിൽ നിന്നും മലയാളി പിന്നോട്ട് പോയതിൻ്റെ എല്ലാ മാനസികാരോഗ്യ പ്രശ്നങ്ങളും മലയാളി സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ ബലം പിടിച്ച് ആരോടും പറയാതിരിക്കുന്നതാണ് മലയാളിയുടെ ഒരു ശൈലി. അത് മാറേണ്ടതുണ്ട്. ഉള്ളിലൊതുക്കാതെ നമുക്ക് വിശ്വസിക്കാവുന്ന ആരോടെങ്കിലും തുറന്നു പറയുന്ന ഒരു സംസ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രഷർ കുക്കറിലെ വിങ്ങൽ കുറച്ചൊക്കെ പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ പ്രധാനമാണ് ആകുലതയിൽപ്പെട്ട ഒരാൾ ഈ തരത്തിൽ ഒരു സങ്കടം പറയാൻ വരുമ്പോൾ കേൾക്കാനുള്ള മനസ്സ്. മദ്യവും ലഹരി പദാർത്ഥങ്ങളും മനഃശാന്തിക്കായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്രവണത ധാരാളം മലയാളികളെ അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. മദ്യം ലഭ്യമാണ്, പക്ഷേ അത് നിയന്ത്രിതമായി ഉപയോഗിക്കാൻ മലയാളിക്ക് അറിയില്ല. സങ്കടം തീർക്കാനൊക്കെ നിന്ന നിൽപ്പിൽ ഒരൊറ്റ കുപ്പിയൊക്കെ മുഴുവനായിട്ട് വിഴുങ്ങുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോളിസം എന്നുള്ള രോഗം ഉറപ്പ് തന്നെയാണ്. ഈ തരം കാര്യങ്ങളിൽ ഉള്ള നിയന്ത്രണം മലയാളിക്ക് കൈവിട്ടു പോയിട്ടുണ്ട്. ഈ തരത്തിലുള്ള കുറേ ചിട്ടകൾ പാലിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഹാപ്പിനെസ് ഇൻഡെക്സ് നിലനിർത്താനുള്ള ഒരു പ്രധാന തന്ത്രമായിട്ട് മാറാം. മനസ്സിൻ്റെ സ്വാസ്ഥ്യം അതൊരു പ്രധാന ലക്ഷ്യമായിട്ട് കുറിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ കാലം മുന്നേറും തോറും കേരളം മാനസിക അസ്വാസ്ഥ്യമുള്ള ആളുകളുടെ പറുദീസയായിട്ട് മാറാം. അതിൻ്റെ പ്രതിഫലനങ്ങൾ ഒട്ടും ആശാവഹമല്ല. അത്തരമൊരു ദേശത്ത് ആത്മഹത്യകൾ പെരുകും, കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കും, ലഹരിക്കടിമപ്പെട്ടവർ കൂടും, കുടുംബങ്ങളിൽ പീഡനങ്ങളുണ്ടാകും, കുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയാകും. എല്ലാം സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്ന ഒരു ദേശത്തിൻ്റെ സൂചികകളാണ്. കേരളം ആ ദിശയിലേക്ക് പോകാൻ പാടില്ല, വൈകിട്ടില്ല. സമഗ്രമായിട്ടുള്ള ഒരു മാനസിക സ്വാസ്ഥ്യത്തിന് വേണ്ടിയിട്ട്, വെൽനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞം തുടങ്ങേണ്ട സമയമായി. അതിന് പ്രസക്തിയുണ്ട് എന്ന് കാണിക്കുന്ന അപായമണികൾ എന്നും നാം കേൾക്കാറുമുണ്ട്. മലയാളിയുടെ മാനസികാരോഗ്യം. മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ CJ ജോൺ പങ്കുവച്ച നിരീക്ഷണങ്ങളാണ് നിങ്ങൾ കേട്ടത്. കേരള സമൂഹം ചില ആത്മപരിശോധനകൾ പരമ്പര തുടരും. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.